നമ്മൾ ഈ കാണുന്നത് മലേഷ്യയിലെ ഒരു സൺഡേ മാർക്കറ്റാണ്. ഏകദേശം ഒരു 4 മണി മുതൽ 4:30, ഒരു 8, 9, 10 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു സ്ട്രീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്കൊരു കുടക്കീഴിൽ കിട്ടും. ഫുഡാവട്ടെ, പച്ചക്കറികളാവട്ടെ, വസ്ത്രങ്ങളാവട്ടെ, എല്ലാം നമുക്ക് കിട്ടും. മലേഷ്യയിലെ സ്ട്രീറ്റ് ഫുഡിന്റെ രുചികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. എല്ലാം കാണുമ്പോൾ നമുക്ക് രുചിച്ചു നോക്കാനായിട്ട് തോന്നും. അതുപോലെ തന്നെയാണ് പച്ചക്കറികൾക്കൊക്കെ ആയാലും, നമ്മുടെ നാട്ടിലെ ചീരകൾക്ക് തന്നെയാണെങ്കിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പേരുകളാണ്. ഇവിടെയുള്ള ആളുകൾക്കും വരുന്നവർക്കും എല്ലാം ഫുഡിനാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. അതായത് നമുക്ക് ഇതിന്റെ മണം ആണെങ്കിലുണ്ടല്ലോ പറയാൻ പോലും വരുന്നില്ല, അത്രയ്ക്കും ഇതാണ്. നമുക്കൊന്നും ഇങ്ങനെ കണ്ടിട്ട് വാങ്ങാതെ പോകാനായിട്ട് പറ്റില്ല. മീനൊക്കെ നോക്കിയേ, മീനിന്റെ പേരേതാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും പച്ചക്കറിയും ഇത് അവര് തന്നെ കൃഷി ചെയ്യുന്നതായിട്ടുള്ള പച്ചക്കറികളുണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിട്ടുള്ള ഉണ്ട്. പിന്നെ വെറൈറ്റി ഫുഡാണ്. അതായത് ഡ്രിങ്ക്സ് ആണെങ്കിലും ശരി, ഫുഡുകളാണെങ്കിലും ശരി, ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. കാരണം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് റിലീഫ് ചെയ്യാനൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ്. നമുക്കിതെല്ലാം വാങ്ങാനൊന്നും പറ്റിയില്ലെങ്കിലും ഈ ഒരു വൈബും ഈ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ നമുക്കങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും വാങ്ങാതെ പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺഡേ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഓരോരോ ഓർമ്മകളായിട്ടായിരിക്കും പോവുക. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഭംഗിയാണ് കാണാനാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിലും അത്രയും ഭംഗിയാണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്കയാണേ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ, നാട്ടിൽ നമുക്കതൊന്നും വേണ്ട, ഇവിടെ വരുമ്പോൾ പക്ഷെ ഇതിനൊക്കെ നമുക്ക് ആഗ്രഹമായിരിക്കും. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള പലതരം സോസേജുകൾ, ചിക്കൻ്റെ തന്നെ പലതരം റെസിപ്പീസുകൾ എല്ലാം ഉണ്ട്. അതായത് ഓരോ സാധനത്തിൻ്റെ പുറകിലും ഓരോ കഥകളുണ്ട്. ഇത് നമ്മുടെ ഷുഗർ കെയിൻ ജ്യൂസൊക്കെയാണ്. നമ്മുടെ മലേഷ്യൻ ടീ, ഓരോ നാട്ടിലെ ഭക്ഷണങ്ങൾക്കും ആ നാടുകളുടേതായിട്ടുള്ള രുചികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉള്ളത്. പിന്നെ എന്താ പറയുക, നമുക്ക് മേക്കപ്പ് പ്രോഡക്ട്സുകൾ, ഗേൾസിന് ഇഷ്ടമായിട്ടുള്ള എവിടെ ചെന്നാലും ഗേൾസിന്റെ കോർ ഐറ്റംസ് ഉണ്ടാവും. ഇത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. നമുക്ക് എന്താ പറയുക, ഒരു മനസ്സിന് ഭയങ്കര ഒരു റിലീഫാണ് ഇത് കിട്ടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ വിലപേശിയ സാധനങ്ങൾ വാങ്ങുന്നവരുണ്ട്. ഒരുപാട് വിലപേശലൊന്നും ഇല്ല കേട്ടോ, എല്ലാത്തിനും ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയാ, ഒരുപാട് ആളുകളും പലതരത്തിലുള്ള വാസനകളും നിറങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ നമുക്ക് എല്ലാ സൺഡേയും മനോഹരമാക്കാൻ പറ്റുന്നൊരു വൈബ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒരുപാട് ഫുഡിനെയൊക്കെ പ്രണയിക്കുന്നവരാണെങ്കിലും സ്ട്രീറ്റ് ഫുഡിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ എല്ലാ സൺഡേയും അറിയാതെ ഇവിടെ വന്നു. ഞാനും ഇത്തരം വൈബുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനിയും മലേഷ്യയിലുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ജേർണികളും ഇവിടുത്തെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതും അത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. എല്ലാം നമുക്ക് റേറ്റുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 6 പീസിന് 2 റിംഗറ്റാണ്. 1 റിംഗറ്റ് എന്ന് പറയുമ്പോൾ 20 രൂപ, ആ റേഞ്ചാണ് നമ്മുടെ നാട്ടിലെ പ്രൈസ് വരിക. ചില സാധനങ്ങൾക്കൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആയിരിക്കും, എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും. അപ്പം ഞങ്ങളുടെ ഒരു മിനി സൺഡേ ഇന്ന് ഇവിടെ കഴിയും. ഞങ്ങൾ എല്ലാ സൺഡേകളും ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. എല്ലാം ഒന്ന് വാങ്ങാം, അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ എല്ലാം വാങ്ങാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നടന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു വൈബാണ്.